വയനാടിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നു. വയനാടിനെ സർക്കാർ ചേർത്ത് പിടിക്കും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വയനാടിനായി നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് മന്ത്രി രാജൻ പറയുന്നു. ഉപസമിതിയിൽ പ്രവർത്തിക്കുന്ന റവന്യൂ മന്ത്രി കെ രാജൻ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഇന്നത്തെ ക്യാബിനറ്റിലാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ? അല്ല, കേരളത്തിൻ്റെ പ്രതീക്ഷ ക്യാബിനറ്റിലാകേണ്ടതില്ല. കാരണം ക്യാബിനറ്റ് ഓരോ ഘട്ടത്തിലും ഉപസമിതി നിശ്ചയിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങളെ കൃത്യമായി വിലയിരുത്താൻ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് വളരെ കൃത്യമായി കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ കൃത്യമായ അവലോകനത്തോടെ നേരത്തെ ദീപക് കഴിഞ്ഞ കുറേ ദിവസമായി പറയുന്നത് പോലെ ഓരോ ദിവസവും വൈകുന്നേരം കൂടി ചേർന്ന് എന്തു പ്രശ്നങ്ങളുണ്ട്, നാളെ എന്ത് ചെയ്യണം, അതങ്ങ് ഓരോന്നോരോന്നായി തീരുമാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ക്യാബിനറ്റിൻ്റെ ചെയർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ക്ലീൻ ഷീറ്റ് നൽകിയിരിക്കുകയാണ്. അതിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ബന്ധപ്പെട്ട ഉപസമിതിയെ, ആ ഉപസമിതി അതാത് സമയങ്ങളിൽ മുഖ്യമന്ത്രിയും കൂടിയാലോചിച്ചുകൊണ്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്ന ഒരു ഘട്ടം തെരച്ചിലിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പോകുകയാണ്. അതനുസരിച്ച് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് നിർവഹിക്കപ്പെടുകയാണ്. ഒന്ന്, നേരത്തെ ദീപക് കൃത്യമായി സൂചിപ്പിച്ചതുപോലെ സൺറൈസ് വാലി ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഒരു ഇരുകരകളിലുമായി ഒരു 15 കിലോമീറ്റർ ദൂരം, കൃത്യമായി പറഞ്ഞാൽ 14.5 കിലോമീറ്റർ ദൂരം നമുക്ക് മനുഷ്യസാധ്യമായ വിധത്തിൽ എത്തിച്ചേരാൻ പറ്റാത്ത വിധത്തിലെ പ്രയാസമുണ്ടായിരുന്നു. ഈ ചാലിയാറിൻ്റെ 40 കിലോമീറ്ററിൽ സൂചിപ്പാറ മുതൽ മുകളിലോട്ടും താഴത്തേക്ക് പോത്തുകല്ലിൽ നിന്ന് താഴത്തേക്കും നമ്മൾ ഈ വിധത്തിലുള്ള 2 സംവിധാനങ്ങൾ നടത്തി. 3 സംവിധാനങ്ങൾ, ഒന്ന് പോലീസിൻ്റെ ഹെലികോപ്റ്റർ, 2 സന്നദ്ധ സംഘടനകളുടെ തെരച്ചിൽ, 3 8 പോലീസ് സ്റ്റേഷനുകളായി തിരിച്ചുകൊണ്ടുള്ള സംവിധാനം. അതിലും എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ് ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ നമുക്കൊന്നും കണ്ടെത്താനായില്ല. അത് ഇപ്പോൾ ഒരു പ്രയാസമായി കാണേണ്ടതില്ല. പക്ഷെ അവിടെ കടാവർ ഡോഗ്സ് പോകുന്നത് വലിയ രീതിയിൽ കടാവർ ഡോഗ്സ് ഇന്ന് പോകാൻ ഇന്നലെ വൈകുന്നേരത്തെ യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു. ഹെലി ലിഫ്റ്റിംഗ് തന്നെയാണ്, കടാവറിനല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്ന് ഹെലി ലിഫ്റ്റിംഗ് ആണ്. അപ്പോൾ 12 ഫോഴ്സ്, 6 ആർമി, 4 SOG, 2 ഫോറസ്റ്റ്, ഇവരും കടാവറും കൂടി ഇന്നത്തെ തെരച്ചിൽ തുടരും. ഇന്ന് ആ തെരച്ചിൽ എന്തെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൂടി അടുത്ത ദിവസത്തേക്ക് കണ്ടിന്യൂ ചെയ്യും. അത് പൂർത്തീകരിക്കും. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, രണ്ടാമത്തെ ഘട്ടം ഇന്ന് വീണ്ടും നമ്മൾ 6 മേഖലകളാക്കി തിരിച്ച് പരിശോധിച്ചത് വീണ്ടും നോക്കുകയാണ്. അതായത് പരിശോധിച്ച സംഘങ്ങളും പബ്ലിക്കും പൊതുപ്രവർത്തകരും നഷ്ടപ്പെട്ടവരും കൂടി ചൂണ്ടിക്കാണിച്ച് ഈ സ്ഥലം ബാക്കിയുണ്ട് എന്ന് ഇന്ന് അടയാളപ്പെടുത്തുകയാണ്. അതുകൂടി പരിശോധിക്കുകയാണ്. ഇന്നെല്ലാം തിരഞ്ഞെങ്കിലും ഇനി തിരഞ്ഞ ഇടങ്ങളിൽ തിരയാൻ വല്ലതും ബാക്കിയുണ്ടോ? അപ്പോൾ 20 ടീമാണ് ഇന്ന് അതിനിറങ്ങുക. 6 മേഖലകളായിട്ട് തന്നെയാണ് എത്തിയിരിക്കുക. 20 ടീം ഇറങ്ങി ഇന്ന് വൈകുന്നേരത്തോടെ ഏതാണ്ട് ആ കാര്യത്തിൽ ഒരു പൊതുധാരണയുണ്ടാക്കും. അതാണ് തെരച്ചിലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി തിരച്ചിൽ എത്ര നാൾ തുടരേണ്ടതുണ്ട് എന്നുള്ള, പ്രത്യേകിച്ചും ആർമിയുടെ രക്ഷാദൗത്യമാണ്. അവരെ അത് കഴിഞ്ഞ് ഇപ്പം മൃതദേഹം തിരയുന്ന ഒരു ദൗത്യത്തിലാണുള്ളത്. മാത്രമല്ല, സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്നു. ഇതിനെല്ലാം പണം വേണം. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ആലോചിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമുക്ക് 1432 ഫോഴ്സ് ഉണ്ട്. അത്ര പൂർണ്ണമായിട്ടും ഇവിടെ ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് അവരവരുടെ പ്രയത്നങ്ങൾ പൂർത്തീകരിച്ചവരെ പതുക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും റിലീസാക്കേണ്ടി വരും. അത് സാമ്പത്തിക പ്രയാസം കൊണ്ട് മാത്രമല്ല, എന്തു വന്നാലും ഈ വയനാടിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കലാണ് ഈ ലക്ഷ്യം. പക്ഷേ പൂർത്തീകരിക്കപ്പെട്ടവർ പിന്നെ അവരുടെ ജോലികളിലേക്ക് പോകാം. അതിലൊരു നിർണായകമായിട്ടുള്ള തെരച്ചിലായിരിക്കും പുനഃപരിശോധനയിലൂടെ ഇന്ന് നടത്താൻ വേണ്ടി പോകുന്നത്. ഇനി ഏതെങ്കിലും സോഴ്സിൻ്റെ ബാക്കമുണ്ടോ? പിന്നെ നമ്മുടെ കയ്യിൽ ധാരാളമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. NDRF ഉണ്ട്, SOG ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. കേരളത്തിൽ തന്നെ വിവിധ മേഖലകളിലുള്ള ആർമിയുണ്ട്, DSC ഉണ്ട്. വലിയ സംവിധാനം, 18ഓളം ഫോഴ്സുകളാണ് ഒരുമിച്ച് അണിനിരന്നിട്ടുള്ളത്. അപ്പോൾ തെരച്ചിൽ ആ വിധത്തിൽ കൃത്യതയോടെ പോകും. രണ്ടാമത്തെ കാര്യം, ഞാനതുകൂടി SKനോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് പുനരധിവാസത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അതായത് ഇപ്പോൾ ക്യാമ്പുകളിൽ ആളുകൾ താമസിപ്പിക്കുന്നു. 648 കുടുംബങ്ങൾ, 2232 പേർ, കൃത്യമാണ് കണക്കും സംവിധാനങ്ങളുമെല്ലാം. അതിൽ കുറച്ചു പേർക്ക് സ്വാഭാവികമായിട്ടും തിരിച്ചു പോകാൻ പറ്റും. അവരവരുടെ ആ പ്രദേശത്തല്ലാത്ത ചൂരൽമലയിൽ ഉൾപ്പെടെ വേലിപ്പാലത്തിൻ്റെ പുറത്തേക്കുള്ള കുറേ ആളുകൾക്ക് പോകാൻ പറ്റും. കുറേ ആളുകൾ ബന്ധുവീടുകളിലേക്ക് പോകാൻ അനുവാദം തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനും അനുവാദം കൊടുക്കാവുന്നതാണ്. അപ്പോൾ അനുവാദം കൊടുക്കുമ്പോൾ അങ്ങനെ പോകുന്നവർക്ക് വേണ്ടി ഒരു നോഡൽ ഓഫീസർ ഉണ്ടാകും, പുറത്തുള്ളവർക്ക് വേണ്ടി ഒരു നോഡൽ ഓഫീസർ ഉണ്ടാകും. ബാക്കിയുള്ള ആളുകളെ
2 ഘട്ടത്തിലേക്ക് നമുക്ക് മാറ്റണം. ഒന്ന് താൽക്കാലിക പുനരധിവാസം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്ഥിരമായൊരു സംവിധാനം ആരംഭിക്കുന്നതിന് മുമ്പ് വാടക വീടുകൾ, റെൻറ്റഡ് ഹൗസസ് എന്ന് പറയുന്ന വിധത്തിലുള്ള വാടക വീടുകൾ, ട്രാൻസിസ്റ്റ് ഹൗസുകൾ, ഈ 2 ആശയങ്ങളാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വരുന്നത്. 50 ദിവസം കൊണ്ട് 40 ദിവസം കൊണ്ട് ട്രാൻസിസ്റ്റ് ഹൗസുകൾ ഉണ്ടാക്കാവുന്ന ആളുകളുടെ ഇടപെടൽ നമ്മുടെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളിന്ന് പൊതുസമൂഹത്തിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പരമാവധി വാടക വീടുകൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കിടന്നിട്ടുണ്ട്. PWD ഈ വളരെ കൃത്യതയോടുകൂടി പരിശോധിച്ച് ഇവിടുത്തെ ക്വാർട്ടേഴ്സുകൾ അവരുടെ മെയിൻ്റനൻസ് ഉൾപ്പെടെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന വിധത്തിൽ ആലോചിച്ചിട്ടുണ്ട്. LSTD ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ, ഇപ്പോൾ നമ്പർ ഇട്ട് കൊടുക്കാത്ത വീടുകൾ, ബാക്കി നിൽക്കുന്ന മറ്റ് ഫ്ലാറ്റുകൾ, ഇതിൻ്റെ എല്ലാം എടുക്കുകയാണ്. 2 ദിവസം കൊണ്ട് ജില്ലാ ഭരണകൂടത്തിന് അതേൽപ്പിക്കും. അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഞങ്ങൾ 50 വീടുകൾ വാടക വീടുകൾ സംഘടിപ്പിച്ച് തരാൻ തയ്യാറാണ്, 25 തയ്യാറാണ്, ഞങ്ങൾ പണം കൊടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ നിങ്ങൾ പണം കൊടുക്കണം, ഈ വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ. പണം ഒരു ഘടകമാകില്ല, ആരാണെങ്കിലും അത് കൊടുക്കും. ആ വിധത്തിൽ നമുക്ക് ആഗസ്റ്റ് മാസത്തിൽ തന്നെ മുഴുവൻ വാടക വീടുകളും സംഘടിപ്പിക്കുന്നതിലൂടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചു എന്നറിയില്ല. ഇന്നലെ ഞാൻ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരുന്നു, ഇതിൽ മനുഷ്യൻ്റെ ഒരു സ്വകാര്യതയുണ്ട്, മനുഷ്യൻ്റെ സ്വകാര്യതയുണ്ട്. അതിന് നമ്മൾ വലിയ വിലയും ബഹുമാനവും കൊടുക്കണം. അവർക്ക് താമസിക്കേണ്ടതായിട്ടുള്ള വീടുകളിൽ നിന്ന് പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അവർ വരേണ്ടത് അവരുടെ കുറ്റം കൊണ്ടല്ല, നിർഭാഗ്യകരമായ പ്രകൃതിയുടെ ഇടപെടൽ കൊണ്ടാണ്. അപ്പോൾ അവർക്ക് ആ സ്വകാര്യതയെ വീണ്ടു കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് അധികം ആളുകൾ ക്യാമ്പുകളിൽ പോയി എല്ലാ മുറികളിലും സന്ദർശിച്ച് അഭിവാദ്യം ചെയ്യുന്നതൊന്നും ഒഴിവാക്കാൻ. ഞങ്ങളോട് ചില ആളുകൾ പറഞ്ഞു, എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം, എനിക്കൊന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കണം. അവരുടെ വികാരങ്ങൾ അങ്ങ് പ്രകടിപ്പിച്ച് തീരട്ടെ. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് തന്നെ ചെറിയ ഭൂകമ്പങ്ങളിലൂടെ, ചെറിയ ഭൂചലനങ്ങളിലൂടെ അത് റിലീസായാൽ ഒരുമിച്ച് പൊട്ടില്ല എന്ന് പറയുന്നത് പോലെ ആളുകൾക്കൊന്ന് ഒറ്റയ്ക്കിരുന്ന് എല്ലാം നഷ്ടപ്പെട്ടവർക്കൊന്ന് പൊട്ടിക്കരയാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും കൊടുക്കാനുള്ള അതവരുടെ അവകാശമല്ലേ. അപ്പോൾ അവരെ ഇനി നമുക്ക് ക്യാമ്പുകളിലേക്ക് തിരിച്ച്, ക്യാമ്പുകളിൽ നിന്ന് താൽക്കാലിക സംവിധാനങ്ങളിലേക്ക്, സ്വകാര്യതയിലേക്ക് തിരിച്ചയക്കണം. ഈ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷ എഴുതുക, പഠിക്കുക എന്ന ചുമതലകളൊക്കെ നിർവഹിക്കണം. ഓണപ്പരീക്ഷയായി അവരുടെ ഭാവി കളയാൻ പറ്റില്ല, അവരാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ആ വിധത്തിൽ ഉള്ള ഒരു താൽക്കാലിക പുനരധിവാസം കൂടി. SKN എൻ്റെ പഴയ അധ്യാപകനാണെന്നുള്ള ബഹുമാനത്തോടു കൂടി ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, യുവത്വം ഇങ്ങനെ നിശ്ചലരായി, ചോദ്യചിഹ്നമായി ഇപ്പോൾ പഴയതുപോലെ പ്രതികരിക്കാതെ നിൽക്കുകയാണ്. അത് മുറിച്ചു കടന്നു കേരളത്തിലെ യുവത്വം അതിഗംഭീരമായി. ചെറുപ്പം അങ്ങ് ആഞ്ഞടിച്ച് ഇറങ്ങി വരാവുന്ന വിധത്തിലുള്ള എല്ലാം ചേർത്ത് പിടിച്ചു, പുറത്തേക്ക് ഇറങ്ങി. അവരങ്ങ് യഥാർത്ഥത്തിൽ 2 ദിവസമായി നടന്ന, എന്നെ ഏറ്റവും വികാരപരമായി ബാധിച്ച ഒരു 2 ദിവസങ്ങളാണ് ഈ കടന്നുപോയത്. കാരണം 176 ബോഡി പാർട്സ്, 44 മൃതശരീരങ്ങൾ പൂർണ്ണമായി, 200 കുഴികളെടുത്ത് 200 പേരെ സംസ്കരിക്കുകയാണ്. ഇത് കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരന് ഇത് ആരുടെ തലയാണ്, ആരുടെ കൈയാണ്, ആരുടെ കിഡ്നിയാണ്, ആരുടെ മുഖമാണെന്നൊന്നും അറിയാതെ സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെയോ മൃതശരീരം കൊണ്ടുപോകുന്ന ബഹുമാനത്തോടെ കൊണ്ടുപോവുകയാണ്. മൃതശരീരത്തിനോട് ചെയ്യേണ്ട ബഹുമാനം അതുപോലെ ശരീരഭാഗങ്ങളോട് ചെയ്യുകയാണ്. 3 കാര്യങ്ങൾ ഇന്നലെ നിങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ DNA ടെസ്റ്റ് നടത്തിയതിൻ്റെ നമ്പർ ബോഡിയുടെ കവറിലെഴുതുന്നു. അത് നശിച്ചു പോകാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലിട്ട് അത് വെക്കുന്നു. അതിന് പുറത്ത് കുഴി മൂടുമ്പോൾ അതിനകത്ത് പോസ്റ്റിൽ വയ്ക്കുന്നു, സ്ലാബിൽ എഴുതി വയ്ക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ 152 മിസ്സിംഗ് കേസുകളുടെ പേര് ഇന്നലെ പ്രഖ്യാപിച്ചു. ഇന്നലെ തന്നെ അതിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾക്ക് തന്നപ്പോൾ തന്നെ പലയിടത്തു നിന്നും ആളുകൾ ഞങ്ങളുണ്ട് എന്നറിയിക്കുന്നുണ്ട്. അത് കുറഞ്ഞു വന്നാൽ അവരുടെ കൂടി, ബന്ധുക്കളുടെ കൂടി രക്തസാമ്പിളുകൾ എടുത്തുകൊണ്ട് നമ്മളിതിൻ്റെ DNA ടെസ്റ്റ് ക്രോസ് മാച്ച് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ദിവസം രാവിലെ എൻ്റെ അച്ഛൻ്റെ കാലാണ് ഒരു കുഴി കിടക്കുന്നത്, അതൊന്ന് പോയി ഒന്ന് കാണണം, ഒന്ന് പ്രാർത്ഥിക്കണം, വേണ്ട ഒന്ന് ചെന്നിരുന്ന് മുട്ടുകുത്തി ഒന്ന് പൊട്ടിക്കരയണം എന്ന് വിചാരിച്ചാൽ ചെല്ലുമ്പോൾ 200 കുഴികളുടെ നടുവിൽ അനാഥമാകില്ല. എൻ്റെ അച്ഛൻ്റെ കാലെവിടെയാണെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ സംവിധാനമുണ്ട്. അത്ര കൃത്യതയാണ് ഇക്കാര്യത്തിൽ. എന്ന് മാത്രമല്ല, ഞാനുണ്ടായിരുന്നെങ്കിൽ ആ പ്രശ്നമേ ഉദിക്കുന്നില്ല. ഞാനുണ്ടായിരുന്നെങ്കിൽ എന്തു ചെയ്യും? അതിനേക്കാൾ ഭയഭക്തി ബഹുമാനത്തോടെ സ്വന്തക്കാരെ പോലെ നെഞ്ചു ചേർത്ത് പിടിച്ച് സർവമത പ്രാർത്ഥനയോടെ അംഗങ്ങൾക്ക് പോലും പോലീസിൻ്റെ സല്യൂട്ടോടെ വളരെ ഗംഭീരമായി ADGP അത് പ്രത്യേകമായിട്ട് ആ സംവിധാനങ്ങൾ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ ക്രമീകരിച്ചു. വളരെ
പ്രത്യേകമായി സല്യൂട്ട് നൽകി അവരെ ആദരിച്ച് നമ്മൾ യാത്രയാക്കി. ജീവിച്ചിരിക്കുന്ന മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനോട് ചെയ്യാവുന്ന ആദരവിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഒരുപക്ഷെ ലോകത്ത് എവിടെയും ഗംഗയിൽ ഒഴുകിക്കൂടി വന്ന മൃതശരീരങ്ങൾ കൂട്ടമായിട്ട് കത്തിച്ച് കുഴിച്ചിട്ട കാഴ്ചകൾ കണ്ട നമ്മുടെ മുമ്പിലേക്ക് ഓരോ ശരീരഭാഗവും ഓരോ പാഴ്സലായി കൊണ്ടുവന്ന് ഒരുമിച്ചെടുക്കരുതെന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ വളരെ വികാരപരമായിരുന്നു. ഒറ്റ കയ്യിൽ കൊണ്ടുപോകാൻ ആരെയും നമ്മൾ അനുവദിച്ചില്ല. ഒരു ചെറിയ പാർട്സിനെ പോലും 2 കൈയോടെ ഒരു സർക്കാർ ജീവനക്കാരൻ, ഒരു ചെറിയ പാർട്സിന് പോലും 4 സന്നദ്ധ പ്രവർത്തകർ അവരത്ര ബഹുമാനത്തോടെ മഴയത്ത് നനഞ്ഞു നിൽക്കുമ്പോൾ തറപ്പാടം മുകളിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് അതൊരു വല്ലാത്ത വികാരപരമായ കാഴ്ചയാണ്. പക്ഷേ അത് നമുക്ക് ചെയ്യാനായി എന്ന സംതൃപ്തി സ്വാഭാവികമായിട്ടും നമുക്കുണ്ട്. താങ്ക് യു മിനിസ്റ്റർ. വളരെ വികാരപരമായ രംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും കാണുന്നത്. ഇതിലൊക്കെ നേരത്തെ മിനിസ്റ്റർ പറഞ്ഞ പോലെ ചേർത്ത് പിടിക്കലിൻ്റെ അംശം തന്നെയാണുള്ളത്. തീർച്ചയായിട്ടും ചേർത്ത് പിടിക്കലാണ് പ്രധാനം. അത് നിങ്ങൾ നന്നായി നിർവഹിക്കുന്നുണ്ട്. ഞാനിവിടെ കണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ട സ്കേൻ, മാധ്യമങ്ങൾ വിചാരണയ്ക്ക് വേണ്ടിയല്ല ഇവിടെ ഇടപെടുന്നത്. അവരെല്ലാവരും ഓരോ ഘട്ടങ്ങളിലും ഇപ്പോൾ കടാവർ ഡോഗ്സ് പോകുന്ന ശബ്ദമാണ് ഇപ്പോൾ ടി വിയിൽ 24-ൻ്റെ പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം. അപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മളോട് സൂചിപ്പിക്കുന്നത് ഒരു കുറവുണ്ടായാൽ ആ കുറവ് എങ്ങനെ. ഞാൻ ഒരു കാര്യം തുറന്ന് സൂചിപ്പിക്കാം, നഷ്ടപ്പെട്ടവരെക്കുറിച്ച് ഒരു സംശയവും നമ്മുടെ മുമ്പിലില്ല. ഒരു കണക്കുമില്ലാത്ത പ്രശ്നമില്ല. ആരോ ഏതോ ഘട്ടത്തിൽ പറഞ്ഞു കൃത്യമായ കണക്കുണ്ടോ എന്ന് ചോദിച്ചു. കൃത്യം കണക്ക് ഒരു പ്രാക്ടീസ് നടത്തിയിട്ട് ഇത് പുറത്തു വിടാൻ പറ്റുള്ളൂ. അത് നമ്മൾ തയ്യാറാക്കി കൃത്യം കണക്കോടെ നമ്മൾ. താങ്ക് യു SKN. ഇത് തന്നെയാണ് മന്ത്രി രാജൻ പറഞ്ഞതുപോലെ വികാരപരമായ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. ഈ ഘട്ടത്തിൽ ചേർത്ത് പിടിക്കൽ തന്നെയാണ്. മൃതദേഹത്തിനും ശരീരഭാഗങ്ങൾക്കും കൃത്യമായ ആദരം നൽകിയാണ് അത് സംസ്കരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്.